ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ 22,000 വോട്ടിന് പരാജയപ്പെട്ട ഹരിയാനയിലെ തെളിവുകളുമായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധി വളരെ വിശദമായ വാർത്താ സമ്മേളനമായിരുന്നു, നമുക്കറിയാമല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷൻ. അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി എത്രത്തോളം വിശ്വസനീയമായ മറുപടിയാണ്? ഇപ്പോൾ പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നല്ലോ എന്ന മറുപടിയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വേണ്ടത്? സ്മൃതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് 2 പ്രാവശ്യം നൽകിയതിന് സമാനമായ മറുപടിയാണ് ഇപ്പോഴും നൽകുന്നത്. നോക്കൂ, ഹരിയാന ഇലക്ഷൻ കഴിഞ്ഞ തവണ 2024 ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന BJP, 48 സീറ്റുമായി വിജയിച്ചു വന്ന BJP ഒരു വേഫർ തിൻ മാർജിനിലാണ് വിജയിച്ചു വന്നത് എന്നോർക്കണം. കേവലം 22,000 വോട്ടിൻ്റെ മാത്രം അധികമാണ് NDA മുന്നണിക്ക് ഇന്ത്യ മുന്നണിയേക്കാൾ കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷം, അതായത് 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജ വോട്ടറാണ് എന്ന ഒരു നറേറ്റീവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് നൽകാൻ ശ്രമിച്ചത്. അതിനെ ഇംപ്ലൈ ചെയ്യുന്നത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവും ആശീർവാദവും ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടാണ് 5 രീതിയിലുള്ള ഒരു 5-fold തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ബേസിക് കണ്ടൻഷൻ. അത് വോട്ടുകൾ മാറ്റിയ കാര്യമുണ്ട്. 3.5 ലക്ഷത്തോളം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലേക്ക് വരുമ്പോൾ കാണാനില്ല, അല്ലെങ്കിൽ വെട്ടിമാറ്റിയതാണ്, അത് തങ്ങൾക്ക് അവകാശപ്പെട്ട വോട്ടാണ് എന്ന മട്ടിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നീട് ഈ വ്യാജ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യാജ വിലാസങ്ങൾ അല്ലെങ്കിൽ വിലാസങ്ങളെ ഇല്ലാത്ത വോട്ടുകൾ 00 മാത്രം രേഖപ്പെടുത്തിയ വീടുകൾ, ഇതിനെല്ലാം പുറമെയാണ് 19 ലക്ഷം വോട്ടുകളാണ് 10ഉം 20ഉം 50ഉം 100ഉം ഒക്കെ വോട്ടുകൾ ഒരൊറ്റ അഡ്രസ്സിൽ ഒരൊറ്റ ഭവനത്തിൻ്റെ കെയർ ഓഫിലുണ്ട്. ഇതെല്ലാം തന്നെ തട്ടിപ്പാണ് എന്ന ഒരു നറേറ്റീവ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാവുന്ന രീതിയിൽ, ശ്രദ്ധിക്കൂ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, താങ്കൾ കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ് മറുപടി ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പം അവിടെ മറുപടി ഈ ആകമാന വ്യാപകമായ ഒരു കള്ളപ്രചരണം എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറയാതെ കൃത്യമായി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു പ്രതിപക്ഷ നേതാവിനോട് വേണമെങ്കിൽ ചോദിക്കാം, താങ്കൾക്ക് കോടതിയിൽ പരാതി കൊടുക്കരുതോ എന്ന്. തീർച്ചയായിട്ടും കോടതിയിൽ പരാതി കൊടുക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും ഡിസ്ക്രിപ്പൻസീസ്, അനോമലീസ് അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കുക എന്നതാണ്. ഭരണപക്ഷത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ പോരായ്മകൾ ഇത് തുറന്നു കാട്ടുക എന്നതാണ്. ആ റോൾ രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നു. കോടതിയിൽ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് പോകാം, മറ്റാർക്ക് വേണമെങ്കിലും പോകാം. ഏത് ഭാരത പൗരനും കോടതിയിൽ പോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായി കണക്കുകളാണ് കൊടുക്കുന്നത്. ആ കണക്കുകൾ തെറ്റാകാം. ആ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇപ്പോൾ പന്ത് ഇലക്ഷൻ കമ്മീഷന്റെ കോർട്ടിലാണ്. അപ്പം ആ പന്ത് കോടതിയിലെത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തിയില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ വേണമെങ്കിൽ കോടതിയിൽ പോകാൻ സാധിക്കും. ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സ് ഹരിയാനയിൽ പലരും കോടതിയിൽ പോകുന്നത് നമ്മൾ കണ്ടതുമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ മറുപടി പറയുന്നില്ല? കോടതിയിൽ പോയപ്പോഴാണല്ലോ മരിച്ച ആളുകളുമായി കോടതിയിൽ ഹാജരായ സന്ദർഭവും ഉണ്ടായത്. ഇവിടെ ഒറ്റപ്പെട്ട കേസുകൾ രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവാം. അത് മാത്രമല്ല, പ്രൊജക്ഷൻ 25,46,144 വോട്ടെന്ന കൃത്യം നമ്പർ പറയുമ്പോൾ ആ നമ്പറൊക്കെ യഥാർത്ഥ നമ്പർ ആകണമെന്നൊന്നുമില്ല. അതൊക്കെ പ്രൊജക്ഷൻസ് മാത്രമാണ്. ചില സ്പെസിഫിക് കേസുകൾ എടുത്തുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ആദ്യം നോക്കൂ, ഒരു മണ്ഡലം മാത്രം എടുക്കുന്നു. കർണാടകത്തിലെ മഹാദേവപുര എന്ന മണ്ഡലം മാത്രം എടുക്കുന്നു. ഫസ്റ്റ് വേവ് ഓഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ അറ്റാക്ക്. പിന്നീട് അലന്ത് മണ്ഡലം, മഹാരാഷ്ട്രയിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലം എടുക്കുന്നു. രണ്ടാമത്തെ ഒരു ആരോപണങ്ങളുടെ ഒരു വേവ്, രണ്ടാം വേവ്. ദിസ് ഇസ് ദ തേർഡ് വേവ്. അവിടെയാണ് രാഹുൽ ഗാന്ധി സെപ്റ്റംബർ 1-ാം തീയതി തന്നെ മുൻകൂട്ടി പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ്. അതുകൊണ്ട് H ഫോർ ഹൈഡ്രജൻ ബോംബ് ആൻഡ് H ഫോർ ഹരിയാന. ഈ രീതിയിലെ കാര്യങ്ങൾ വരികയാണ്. നോക്കൂ, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിജയം 48 സീറ്റിൽ BJPയും 37 സീറ്റിൽ കോൺഗ്രസുമാണ് ആത്യന്തികമായി ഹരിയാനയിൽ വിജയിച്ചത്. ഇതങ്ങനെ അല്ല വരേണ്ടത് എന്ന് കാട്ടാൻ സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവുമായ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് നമുക്ക് പോകാനാകൂ. ഈ സബ്ജക്റ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്.
ഒപ്പീനിയൻ പോളുകൾ, 5 അഭിപ്രായ സർവേകൾ, പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ രാഹുൽ ഗാന്ധി പറയുകയാണ്. അതിൻ്റെ എല്ലാം രത്ന ചുരുക്കം 65-നും 75-നും ഇടയ്ക്ക് സീറ്റുകൾ 90-ൽ അത്രയും സീറ്റുകൾ ഈ 5 അഭിപ്രായ സർവേകളും കോൺഗ്രസിന് അനുകൂലമായി പറഞ്ഞു. എന്നാൽ ഫലം വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു എന്നത് ഒരു സബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. എക്സിറ്റ് പോളുകൾ ശരിയാക്കണമെന്നില്ല. ഇനി ബീഹാറിലെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ ചരിത്രപരമായി എടുത്തിട്ടുള്ള ഒപ്പീനിയൻ പോളുകളിൽ 56% അഭിപ്രായ വോട്ടെടുപ്പുകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ തെറ്റായിരുന്നു എന്നതാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായ ഒരു കാര്യം നോക്കുമ്പോൾ എക്സിറ്റ് പോളുകളുടെ വെരാസിറ്റി ഒന്നും രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ് പരിഗണനയായി എടുക്കാനാവില്ല. 2, ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ വോട്ടുകളാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ 90-ൽ ഏതാണ്ട് 73 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തു. കേവലം 17 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തത്. ചരിത്രപരമായി ആ ഒരു പാറ്റേൺ ആത്യന്തിക ഫലത്തിലും ആവർത്തിക്കാനാണ് സാധ്യത. ശരിയായിരിക്കാം. ഹരിയാനയിൽ അങ്ങനെയായിരുന്നു. ഹരിയാനയിൽ അതിലൊരു പതിവ് വിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയായിരുന്നു. അതെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീലാൽ കുമാർ, ഇപ്പോൾ ഈ പറയുന്ന BJP ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.